പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷിലെ 10ാമത്തെ ടെൻസായ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ വിശദമായി പഠിക്കുന്നത്. ഇംഗ്ലീഷ് അന്തസ്സായി എഴുതുവാനും പറയുവാനും ടെൻസുകളുടെ ശരിയായ ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. ഏതു പ്രായക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യൂ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. വാട്ട് ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്? എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പഠിക്കുന്നത്. വാട്ട് ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്? An action continuing in future, an ongoing action in future. ഭാവിയിൽ തുടരുകയായിരിക്കും, കാര്യം തുടരുകയായിരിക്കും എന്ന രീതിയിൽ പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. An action continuing in future, an ongoing action in future. That is what is future continuous. Okay, എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്? An action continuing in future. ഭാവിയിൽ ഒരു പ്രവൃത്തി തുടരുകയായിരിക്കും എന്ന് പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. സി ആൻ എക്സാമ്പിൾ. ഹി വിൽ ബി സ്റ്റഡിങ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഹി വിൽ ബി സ്റ്റഡിങ്, അവൻ പഠിക്കുകയായിരിക്കും. അറ്റ് ദിസ് ടൈം ടുമോറോ. അറ്റ് ദിസ് ടൈം ടുമോറോ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഭാവിയിലെ ഒരു ടൈമാണ്. ആ സമയത്ത് ഹി വിൽ ബി സ്റ്റഡി. അനദർ എക്സാമ്പിൾ. മദർ വിൽ ബി കുക്കിംഗ് ഇൻ ദ മോർണിംഗ്. അടുത്ത പ്രഭാതം എന്താണ്? അടുത്ത പ്രഭാതത്തിൽ എന്ന സൂചനയാണ് അവിടെ തരുന്നത്. മദർ വിൽ ബി കുക്കിംഗ്. മദർ എന്ത് ചെയ്യുകയായിരിക്കും? പാചകം ചെയ്യുകയായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയാറുള്ളത്. അടുത്തതായി ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ ബേസിക് സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഫോം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു സബ്ജക്റ്റും വിൽ ബി പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, അതുപോലെ വിൽ ബി ഉണ്ടാകും, അതുപോലെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, അതായത് വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേരുന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ വർക്കിംഗ്, വിൽ ബി വർക്കിംഗ്. വർക്ക് എന്നതൊരു ബേസ് ഫോമാണ്, അതിൻ്റെ കൂടെ ING ചേർത്തിരിക്കുന്നു. വിൽ ബി വർക്കിംഗ്. അതുപോലെ നോക്കൂ, വിൽ ബി ഹെൽപ്പിംഗ്, വിൽ ബി സ്റ്റഡിങ്. ഇങ്ങനെയുള്ള ഫോമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഉപയോഗിക്കുക. വിൽ ബി പ്ലസ് വർക്കിംഗ്, വിൽ ബി പ്ലസ് ഹെൽപ്പിംഗ് എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ നിങ്ങൾ ഓർക്കുക, എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ? നമ്മൾ നേരത്തെ പഠിച്ചു, ഇംഗ്ലീഷിൽ 3 തരം പാർട്ടിസിപ്പിളാണുള്ളത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ? വെർബിൻ്റെ ബേസ് ഫോമിനോടുകൂടി ING ചേരുന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രവൃത്തി തുടരുകയാണ് എന്ന് പറയാനാണ് ഈ ING ഫോം ഉപയോഗിക്കുക. ഒരു പ്രവൃത്തിയുടെ തുടർച്ചയെ കുറിക്കാനാണ് ING ഫോം ഉപയോഗിക്കുക. നോക്കൂ, വിൽ ബി, എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ നമുക്ക് വിൽ ബി ഉപയോഗിക്കാവുന്നതാണ്. വിൽ ബി വിത്ത് എനി സബ്ജക്റ്റ്. വിൽ ബി ഈസ് യൂസ്ഡ് വിത്ത് എനി സബ്ജക്റ്റ്. He will be taking class. They will be studying. You will be reading. ഇവിടെ നോക്കൂ, he will be, they will be, you will be, she will be, I will be എല്ലാം നമ്മൾ പറയുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കൂ, shall be plus ING. I shall be cleaning my room. ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കുകയായിരിക്കും. I shall be cleaning. ഓക്കെ, എന്നാൽ ഇവിടെ ഷാൽ ബി എന്ന് പറയുന്നത് വിൽ ബിക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഷാൽ ബി ഈസ് ഓൾസോ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് വിൽ ബി. വിൽ ബിക്ക് പകരം നമുക്ക് ഷാൽ ബി ഉപയോഗിക്കാം. നമ്മൾ ട്രഡീഷണൽ ഗ്രാമറിൽ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷാൽ ബിയും സെക്കൻഡും തേർഡും പേഴ്സൻ്റെ കൂടെ വിൽ ബിയും ചേർത്താലാണ് സാധാരണ ഫ്യൂച്ചർ കണ്ടിന്യൂസ് കിട്ടുമെന്നാണ്. മോഡേൺ ഗ്രമേറിയൻസ് പറയുന്നത് ഈ ഷാൽ ബി, വിൽ ബി എന്ന ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ലാതെ തന്നെ
എല്ലാ പേഴ്സൻ്റെയും കൂടെ നമുക്ക് വിൽ ബി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, 2 ways of forming future continuous. ഇങ്ങനെയാണെങ്കിലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് 2 രീതിയിൽ നമുക്ക് ഫോം ചെയ്യാവുന്നതാണ്. There are 2 ways of forming future continuous. നോക്കൂ, വിൽ ബി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, വിൽ ബി പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് ഒരു ഫോം. ഷീ വിൽ ബി വർക്കിംഗ്, ദേ വിൽ ബി വർക്കിംഗ്, ഐ വിൽ ബി വർക്കിംഗ്. മറ്റൊരു ഫോം എന്ന് പറഞ്ഞാൽ ബി, ഒരു ബി ഫോമും ഗോയിങ് ടു ബിയുടെ ചേരുന്നതാണ് മറ്റൊരു ഫോം എന്ന് പറഞ്ഞാൽ. ബി പ്ലസ് ഗോയിങ് ടു ബി പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. സി എക്സാമ്പിൾ, ഷീ ഈസ് ഗോയിങ് ടു ബി വർക്കിംഗ്, ദേ ആർ ഗോയിങ് ടു ബി വർക്കിംഗ്. രണ്ടിൻ്റെയും മീനിങ് ഏതാണ്ട് സെയിമാണ്. ഷീ ഈസ് ഗോയിങ് ടു ബി വർക്കിംഗ്, ദേ ആർ ഗോയിങ് ടു ബി വർക്കിംഗ്. ഇവിടെ ഈസ് എന്ന് പറയുന്ന ഒരു ബി ഫോമാണ്, അതിൻ്റെ കൂടെ നമ്മൾ ഗോയിങ് ടു ബിയുടെ ചേർക്കുന്നു. ദേ ആർ എന്ന് പറയുന്ന ഒരു ബി ഫോമാണ്, അതിൻ്റെ കൂടെ നമ്മൾ ആ ഗോയിങ് ടു ബിയുടെ ചേർക്കുന്നു. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ആലീസ് വിൽ ബി വിസിറ്റിംഗ് ഊട്ടി. ആലീസ് ഊട്ടി വിസിറ്റ് ചെയ്യുകയായിരിക്കും. ആലീസ് വിൽ ബി വിസിറ്റിംഗ് ഊട്ടി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാക്കി മാറ്റാൻ കഴിയും. ഇതിനകത്ത് ഓക്സിലറി എന്ന് പറയുന്ന വില്ലാണ്, അതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ അത് നെഗറ്റീവായി കഴിഞ്ഞു. ആലീസ് വിൽ നോട്ട് ബി വിസിറ്റിംഗ് ഊട്ടി. അതിനെ നമുക്ക് ഷോർട്ട് ഫോമിലേക്ക് മാറ്റാൻ കഴിയും. വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഓണ്ട്. അന്ന് എന്ത് ചെയ്താൽ മതി, ആലീസ് ഓൺ ബി വിസിറ്റിംഗ് ഊട്ടി. സാധാരണ കോൺവെർസേഷനിൽ നമ്മൾ വിൽ നോട്ടിന് പകരം ഓൺ ബി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നോക്കൂ, ഈ വാചകത്തെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഇതിൻ്റെ ആദ്യം ഓക്സിലറി വെർബ് കൊണ്ടുവന്നാൽ മതി. ഈ സെൻറ്റൻസിലെ ഓക്സിലറി, അതായത് ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഓക്സിലറി വില്ലാണ്, അത് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. വിൽ ആലീസ് ബി വിസിറ്റിംഗ് ഊട്ടി. ഇതിനെ നമുക്ക് WH ക്വസ്റ്റ്യനിലേക്ക് മാറ്റാൻ കഴിയും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാൽ മതി. നോക്കൂ, ഇവിടെ നമുക്ക് ഊട്ടിയെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. ഊട്ടി ഒരു സ്ഥലമാണ്, സ്ഥലത്തെ കുറിക്കാൻ നമുക്ക് വേർ ഉപയോഗിക്കാം. അന്നേരം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാൽ അത് WH ക്വസ്റ്റ്യനായി മാറുന്നു. വേർ വിൽ ആലീസ് ബി വിസിറ്റിംഗ്? ആലീസ് വിൽ ബി വിസിറ്റിംഗ് ഊട്ടി. ഇത് ടാഗ് ക്വസ്റ്റ്യനാണ്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ആലീസ് വിസിറ്റിംഗ് ഊട്ടി. ഇതിനൊരു നെഗറ്റീവ് ടാഗാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കാറ്. ഇതിനെ വിൽ എന്നതിനെ നെഗറ്റീവാക്കി ഓണ്ടായി മാറ്റുന്നു. ഓൺ ഷീ. അതുപോലെ നോക്കൂ, ആലീസ് ഓൺ ബി വിസിറ്റിംഗ് ഊട്ടി. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനെ നമുക്ക് പോസിറ്റീവ് ടാഗാണ് ആവശ്യം, അതുകൊണ്ട് വിൽ ഷീ ചേർക്കുന്നു. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ വിവിധ സെൻറ്റൻസുകളിലേക്ക് ഈ വാചകത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അനദർ എക്സാമ്പിൾ നോക്കൂ, ഹീ വിൽ ബി ഡ്രിങ്കിങ് ടീ. ഹീ വിൽ നോട്ട് ബി ഡ്രിങ്കിങ് ടീ നെഗറ്റീവാകുന്നു. ഹീ ഓൺ ബി ഡ്രിങ്കിങ് ടീ അത് നെഗറ്റീവാണ്, ഷോർട്ട് ഫോമിലാണ്. വിൽ ഹീ ബി ഡ്രിങ്കിങ് ടീ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? വിൽ ഹീ ബി ഡ്രിങ്കിങ് ടീ? യെസ് ഹീ വിൽ, നോ ഹീ ഓൺട്ട്. നെഗറ്റീവായും പോസിറ്റീവായിട്ടും ഉത്തരം പറയാവുന്നതാണ്. WH ക്വസ്റ്റ്യൻ ആക്കുന്നു. വാട്ട് വിൽ ഹീ ബി ഡ്രിങ്കിങ്? ഇവിടെ വാട്ട് ടീയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ടീക്ക് പകരം നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നു. വാട്ട് വിൽ ഹീ ബി ഡ്രിങ്കിങ്? നെക്സ്റ്റ് നോക്കൂ, ഹീ വിൽ ബി ഡ്രിങ്കിങ് ടീ നെഗറ്റീവ് ടാഗ് എഴുതുന്നു. ഓൺ ഹീ. ഓൺ ബി ഡ്രിങ്കിങ് ടീ പോസിറ്റീവ് ടാഗാണ്. വിൽ ഷീ. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പോസിറ്റീവും നെഗറ്റീവ് ടാഗും WH ക്വസ്റ്റ്യനും എല്ലാം ഫ്രെയിം ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട യൂസസ് നോക്കൂ. ഇമ്പോർട്ടൻ്റ് യൂസസ് എന്തെല്ലാമാണ്? ടു എക്സ്പ്രസ് ആൻ ഓൺ ഗോയിങ് ആക്ഷൻ, ഇതിൻ്റെ ഒന്നാമത്തെ ഉപയോഗമാണ്. ആൻ ഓൺ ഗോയിങ് ആക്ഷൻ. ഓൺ ഗോയിങ് മീൻസ് കണ്ടിന്യൂയിങ്.
ഒരു തുടരുന്ന ആക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ടു എക്സ്പ്രസ് ആൻ ഓൺഗോയിങ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. ഹി വിൽ സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 AM ടുമോറോ. ഹി വിൽ ഫിനിഷ് വർക്ക് അറ്റ് 5 PM. ഇവിടെ നോക്കൂ, 9 മണിക്ക് ജോലി ആരംഭിക്കുന്നു, 5 മണിക്ക് ജോലി അവസാനിക്കുന്നു. ഹി വിൽ സ്റ്റാർട്ട് സിമ്പിൾ ഫ്യൂച്ചറാണ്, ഹി വിൽ ഫിനിഷ് സിമ്പിൾ ഫ്യൂച്ചറാണ്. 9 മുതൽ 5 വരെ എന്ത് ചെയ്യുകയായിരുന്നു അവൻ? ഹി വിൽ ബി വർക്കിംഗ്. അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഹി വിൽ ബി വർക്കിംഗ് ഫ്രം 9 AM ടു 5 PM ടുമോറോ. ഇങ്ങനെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ ഉപയോഗം വരുന്നത്. ഇതേ സെൻറ്റൻസ് ഇതുപോലെ നമുക്ക് ഇത്തരം സെൻറ്റൻസുകളിൽ ബി പ്ലസ് ഗോയിങ് ടു ബി ഉപയോഗിക്കാവുന്നതാണ്. സി ആൻ എക്സാമ്പിൾ, ഷീ ഈസ് ഗോയിങ് ടു ബി വർക്കിംഗ്. ഷീ ഈസ് ഗോയിങ് ടു ബി വർക്കിംഗ് ഫ്രം 9 to 5 PM ടുമോറോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഫോർ ആൻ ആക്ഷൻ കണ്ടിന്യൂയിങ് അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയായിരിക്കും എന്ന് പറയാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വെൻ ഐ റീച്ച് സിംല ഇറ്റ് വിൽ ബി റെയിനിങ്. ഞാൻ സിംലയിലെത്തുമ്പോൾ മഴ പെയ്യുകയായിരിക്കും. ഞാൻ സിംലയിലെത്തിയില്ല, എത്തുമ്പോൾ മഴ പെയ്യുകയായിരിക്കും. അറ്റ് 2:30 PM. 2:30 PM ആയില്ല, 2:30 PM ഐ വിൽ ബി ടേക്കിംഗ് മൈ ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയായിരിക്കും. മറ്റൊരു യൂസാണ് ടു എക്സ്പ്രസ് ആൻ ഇൻറപ്റ്റഡ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഇൻറപ്റ്റഡ് മീൻസ് ബ്രേക്കാണ്. സി ആൻ എക്സാമ്പിൾ, ഐ വിൽ ബി സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയായിരിക്കും. വെൻ യു കം. നീ വരുമ്പോൾ ഐ വിൽ ബി സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നീ വരുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാകും. അതാണ് ഇൻട്രപ്ഷൻ. വെൻ ദേ അറൈവ് വി വിൽ ബി മേക്കിംഗ് ലഞ്ച്. അവരെത്തുമ്പോൾ വി വിൽ ബി മേക്കിംഗ് ലഞ്ച്. ഞങ്ങൾ ലഞ്ച് ഉണ്ടാക്കുകയായിരിക്കും. ഇങ്ങനെ പറയാൻ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു യൂസാണ് ഫ്യൂച്ചർ ആക്ഷൻ ദാറ്റ് ആർ പ്ലാൻഡ്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രവർത്തികൾ നടക്കുന്നത് ഭാവിയിലാണെങ്കിലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. സി എക്സാമ്പിൾ, മെമ്പേഴ്സ് വിൽ ബി മീറ്റിംഗ്. ദ മെമ്പേഴ്സ് വിൽ ബി മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. The CM will be arriving in 10 minutes time. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ ആക്ഷൻസ് ദാറ്റ് ആർ പ്ലാൻഡ്. മറ്റൊരു യൂസാണ് ഫോർ എ പൊളൈറ്റ് ക്വസ്റ്റ്യൻ. വളരെ മര്യാദയോടുകൂടിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. സി എക്സാമ്പിൾ, വിൽ യു ബി ചെക്കിംഗ് ഏർലി. വിൽ യു ബി ചെക്കിംഗ് ഇൻ ഏർലി. വിൽ യു ബി വിസിറ്റിംഗ് മൈ ഹോം വില്ലേജ്. ഇത്തരത്തിൽ നമുക്ക് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇതിലെ ചില ടൈം വേഴ്സുകളാണ് ബൈ ദിസ് ടൈം, ബൈ ദാറ്റ് ടൈം, ബൈ ടുമോറോ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്, അറ്റ് ദിസ് ടൈം ടുമോറോ, ബൈ ദിസ് ടൈം ടുമോറോ, ബൈ ഡേ ആഫ്റ്റർ ടുമോറോ, ബൈ നെക്സ്റ്റ് ഇയർ, എക്സെട്ര. നമുക്കിങ്ങനെ പറയാൻ കഴിയുന്നതാണ്. ഇത്തരം ടൈം വേഴ്സുകൾ കണ്ടാൽ അവിടെ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഇതിൽ സാധാരണ കണ്ടുവരുന്ന മിസ്റ്റേക്കുകളാണ്, കോമൺ മിസ്റ്റേക്കുകൾ, കോമൺ എറേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഐ കാൺ കോൾ അറ്റ് 8 AM. 8 മണിക്ക് എനിക്ക് വിളിക്കാൻ കഴിയില്ല. ആസ് ഐ വിൽ ട്രാവൽ ദെൻ. ഈ ക്ലോസ്, ആസിൽ തുടങ്ങുന്ന ഈ ക്ലോസ് തെറ്റാണ്. അതെങ്ങനെ മാറുന്നു? ഐ കോൺ കോൾ അറ്റ് AM. ഐ കോൺ കോൾ അറ്റ് 8 AM. ആസ് ഐ വിൽ ബി ട്രാവലിംഗ് ദെൻ. 8 മണിക്ക് എനിക്ക് വിളിക്കാൻ കഴിയില്ല. ബിക്കോസ്
ഐ വിൽ ബി ട്രാവലിംഗ് ദെൻ. ഞാൻ യാത്രയിലായിരിക്കും. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കറിയാം, വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിക്കുന്നത് പ്രയാസകരമാണ്. അത് അങ്ങനെ പറയണം. ഐ വിൽ ട്രാവൽ മീൻസ് ഞാൻ യാത്ര ചെയ്യും എന്നാണ്. അങ്ങനെ പറയേണ്ട. അതല്ല ശരി. എന്താണ്? ഐ വിൽ ബി ട്രാവലിംഗ് ദെൻ. അനദർ എക്സാമ്പിൾ, ഷീ വിൽ ബി ടേക്കിംഗ് എ വെക്കേഷൻ. ഇവിടെ റോങ് സ്പെല്ലിംഗ് ആണ്. ടേക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ അതിൻ്റെ അവസാനം വരുന്ന നമ്മൾ ഒഴിവാക്കുന്നു. ഇങ്ങനെ കറക്റ്റ് ചെയ്യണം. ഷീ വിൽ ബി ടേക്കിംഗ്. അനദർ എക്സാമ്പിൾ, വി വിൽ ബി സ്വിമ്മിങ്. ഇത് റോങ് സ്പെല്ലിംഗ് ആണ്. സ്വിമ്മിൻ്റെ കൂടെ ING ആഡ് ചെയ്യുമ്പോൾ സ്വിമ്മിൻ്റെ ഇരട്ടിക്കണം. സ്വിമ്മിങ്. വി വിൽ ബി സ്വിമ്മിങ് ഇൻ ദ സീ. നെക്സ്റ്റ് നോക്കൂ. വെൻ ദേ വിൽ ബി ഫിക്സിങ് ദി കാർ. ഇതൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ ഓക്സിലറി ആണ് വരേണ്ടത്. ഓർഡർ തെറ്റാണ്. വേർഡ് ഓർഡർ തെറ്റാണ്. ഇങ്ങനെ കറക്റ്റ് ചെയ്യും. വെൻ വിൽ ദേ ബി ഫിക്സിങ് ദി കാർ. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ ഓക്സിലറി വരണം എന്നുള്ളത് ക്വസ്റ്റ്യൻ്റെ ഓർഡറാണ്. ഓക്കെ. അനദർ എക്സാമ്പിൾ, യു വിൽ ബി നോയിങ് ദി പ്രോബ്ലം സൂൺ. നോ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. സ്റ്റേറ്റീവ് വെർബ് ഒരിക്കലും ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്യാം. യു വിൽ നോ ദി പ്രോബ്ലം സൂൺ. സി അനദർ എക്സാമ്പിൾ, ഷീ വിൽ ബി ഹാവിങ് എ ന്യൂ കമ്പ്യൂട്ടർ നെക്സ്റ്റ് വീക്ക്. ഹാവിങ് എന്ന് പറയുന്നത് ഒരു പൊസഷൻ വെർബാണ്. അതിനെയും നമ്മൾ ING ഫോമിൽ ഉപയോഗിക്കില്ല. അതിങ്ങനെ കറക്റ്റ് ചെയ്യണം. ഷീ വിൽ ഹാവ് എ ന്യൂ കമ്പ്യൂട്ടർ നെക്സ്റ്റ് വീക്ക്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ വളരെ എളുപ്പം ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഇപ്പോൾ തുടരുകയാണ്. ഐ ആം അയണിങ് മൈ ഷർട്ട്. ഞാൻ എൻ്റെ ഷർട്ട് അയൺ ചെയ്യുകയാണ്. അത് പാസ്റ്റ് ആകുമ്പോഴോ ഐ വാസ് അയണിങ് മൈ ഷർട്ട് വെൻ ദി കറണ്ട് കട്ട് ഓഫ്. കറണ്ട് പോയപ്പോൾ കഴിഞ്ഞ ഒരു സമയമാണ്. ഞാൻ ഷർട്ട് അയൺ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഒരു സമയത്ത് തുടരുകയായിരുന്നു. ഫോർ എ ഷോർട്ട് ടൈം. ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ ഷാൽ ബി അയണിങ് മൈ ഷർട്ട്. അവിടെ വാസ് എന്നുള്ളത് വാസ് എന്താ? ഐ ഷാൽ ബി. ഐ ഷാൽ ബി അയണിങ് മൈ ഷർട്ട്. ഞാൻ ഷർട്ട് അയൺ ചെയ്യുകയായിരിക്കും. ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത്. ഇപ്പോൾ ഞാൻ അയൺ ചെയ്യുന്നില്ല. ഭാവിയിൽ ഒരു സമയത്ത് കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും. ഫോർ എ ഷോർട്ട് പീരീഡ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അനദർ എക്സാമ്പിൾ, വേർ ആർ യു ഗോയിങ് ടുഡേ. നിങ്ങൾ എവിടെ പോകുകയാണ്? ഇപ്പോൾ തുടരുന്ന കാര്യമാണ്. അത് പാസ്റ്റിലേക്ക് മാറുമ്പോൾ വേർ വർ യു ഗോയിങ് അറ്റ് ദാറ്റ് ടൈം. നിങ്ങൾ എവിടെ പോകുകയായിരുന്നു? അറ്റ് ദാറ്റ് ടൈം. വേർ വിൽ യു ബി ഗോയിങ്. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നോക്കൂ. വേർ വിൽ യു ബി ഗോയിങ്. നിങ്ങൾ എവിടെ പോകുകയായിരിക്കും? ബൈ ദിസ് ടൈം ടുമോറോ. അതാണ്. നെക്സ്റ്റ് വേറെ എക്സാമ്പിൾ നോക്കൂ. ഹീ ഈസ് സെല്ലിങ് ഫ്രൂട്ട്സ് നൗ. അവൻ ഫ്രൂട്ട്സ് വിൽക്കുകയാണ്. ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ വിൽക്കുകയാണ്. അറ്റ് പ്രസൻറ്റ് ആക്ഷൻ ഗോയിങ് ഓൺ. നെക്സ്റ്റ് നോക്കൂ. ഹി വാസ് സെല്ലിങ് ഫ്രൂട്ട്സ്. അവൻ ഫ്രൂട്ട്സ് വിൽക്കുകയായിരുന്നു. ഇപ്പോൾ വിൽക്കുന്നുണ്ടോ? ഇല്ല. ഹി വിൽ ബി സെല്ലിങ് ഫ്രൂട്ട്സ് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിൽ അവൻ ഫ്രൂട്ട്സ് വിൽക്കുകയായിരിക്കും. അവിടെയും ഇപ്പോൾ വിൽക്കുന്നില്ല. ഫ്യൂച്ചറിൽ തുടരുകയായിരിക്കും. ഫോർ എ ഷോർട്ട് പീരീഡ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ. ഈ ഭാഗത്ത് നിന്നും
ചോദിച്ചിട്ടുള്ള PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുന്നു. വി വാച്ചിങ് ദ മാച്ച് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇവിടെ 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. ഷാൽ, വിൽ, ഷാൽ ബി, വോണ്ട്. ഇവിടെ നോക്കൂ, ഡാഷ് കഴിഞ്ഞൊരു വാച്ചിങ് എന്ന് പറയുന്ന വെർബാണ്, ING ഫോമിലുള്ള വെർബാണ്. നമുക്കറിയാം ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ് ING ഫോമിലുള്ള വെർബ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ ഷാൽ ബിയോ വിൽ ബിയോ ചേർക്കണം. വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? ആൻസർ ഈസ് ഷാൽ ബി. നെക്സ്റ്റ് നോക്കൂ, യു ഷോപ്പിംഗ് അറ്റ് ദാറ്റ് മാർക്കറ്റ് ടുമോറോ. ടുമോറോ ഒരു ഫ്യൂച്ചർ ടൈമാണ്. ആ ഡാഷ് കഴിഞ്ഞ ഷോപ്പിംഗ് എന്ന് ING ഫോമിലുള്ള വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ നോക്കാം ഓപ്ഷൻസ് എന്തെല്ലാമാണ്. വിൽ ബി ഉണ്ട്, വിൽ ഹാവ് ബീൻ ഉണ്ട്. വിൽ ഹാവ് ബീൻ അല്ല, വുഡ് ഹാവ് ബീൻ അല്ല, ഹാവ് അല്ല. ING ഫോമിലുള്ള വെർബ് ഉള്ളതുകൊണ്ട് വിൽ ബി ആണ് ആൻസർ. വാട്ട് ഈസ് ആൻസർ? വിൽ ബി. യു വിൽ ബി ഷോപ്പിംഗ്. നെക്സ്റ്റ് നോക്കൂ, ബൈ ഡാഷ് ഊട്ടി നെക്സ്റ്റ് സമ്മർ. നെക്സ്റ്റ് സമ്മർ ഒരു ഫ്യൂച്ചർ ടൈമാണ്. നമുക്കിവിടെ ആൻസർ നോക്കാം. വിൽ വിസിറ്റഡ് തെറ്റാണ്. ഷാൽ വിസിറ്റഡ് അങ്ങനെ പറയൂല. വിസിറ്റിംഗ്, ഷാൽ ബി വിസിറ്റിംഗ്. എന്നിവിടെ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിക്കുന്ന ഒരു വേർഡും അതിനകത്തില്ല. പിന്നെ ഉള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഷാൽ ബി വിസിറ്റിംഗ്. വാട്ട് ഈസ് ആൻസർ? ഡി ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കൂ, ഹി വിൽ ബി ഡാഷ് എ ടോക്ക് ഓൺ ദ ന്യൂ ബുക്ക് നെക്സ്റ്റ് വീക്ക്. വിൽ ബി ഗീവ് പറയൂല, വിൽ ബി ഗീവ്സ് വരൂല, വിൽ ബി ഗേവും പറയൂല. പിന്നെ എന്താണ്? വിൽ ബി വരുമ്പോൾ ING ഫോമിലുള്ള വെർബാണ് ഉപയോഗിക്കാറ്. അനദർ എക്സാമ്പിൾ നോക്കൂ, വി വാച്ചിങ് എ മൂവി നെക്സ്റ്റ് ഫ്രൈഡേ. നെക്സ്റ്റ് ഫ്രൈഡേ ഒരു ഫ്യൂച്ചർ ടൈമാണ്. ഇവിടെ വാച്ചിങ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. അതിന് മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിൽ ഉപയോഗിക്കില്ല, വിൽ ഹാവ് ഉപയോഗിക്കില്ല, വിൽ ഹാവ് ബീൻ ഉപയോഗിക്കില്ല. പിന്നെ എന്തുപയോഗിക്കാം? വി വിൽ ബി വാച്ചിങ്. വി വിൽ ബി വാച്ചിങ് ഈസ് ദ ആൻസർ. ഓക്കെ, വളരെ ഇങ്ങനെ കൃത്യമായിട്ട് ആൻസർ കണ്ടെത്താൻ നമുക്ക് കഴിയും. ഈ ടൈം വേർഡ്സ് നിങ്ങൾ ഓർത്തിരുന്നാലും അതുപോലെ തന്നെ ഈ ടെൻസിൻ്റെ ഫോം കൃത്യമായിട്ട് അതിൻ്റെ ഫോം അറിഞ്ഞിരിക്കുക. വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റുവരൂല. നിങ്ങൾക്കിത് വളരെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ.